നമസ്കാരം. മിഡ് വീക്കിൽ വോൾസായിട്ടുള്ള ഡ്രോ ആയ ശേഷം ഒരുപാട് പഴികേട്ട 2-3 ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്സണലിന് ഒരു 1 വീക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വീക്കെൻഡിൽ ഇനി ഗെയിമുള്ളൂ. മിഡ് വീക്കിൽ ഇനി വേറെ ആഴ്സണലിന് ഗെയിമില്ല. അപ്പോൾ കോച്ചസിന് ബേസിക്കലി ടീമിനെ കോച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസ് കിട്ടുന്ന ഒരു വീക്കാണിത്. അപ്പോൾ ഈ വീക്കെൻഡത്തെ കളി നമ്മൾ പോയിൻറ്റ്സ് കളയാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഇതിലും ബെസ്റ്റ് മാച്ച് കിട്ടാല്ലേ സ്പേഴ്സായിട്ട്. അപ്പോൾ സ്പേഴ്സായിട്ടായിരുന്നു കളി. ഈ വീക്കെൻഡിൽ പ്രീമിയർ ലീഗ് ഈ കളി കഴിഞ്ഞോടുകൂടി നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളങ്ങനെ തളർന്ന ടീമൊന്നുമല്ല ആഴ്സണൽ. സിറ്റി കളി ജയിച്ചു. സിറ്റി പഴയ സിറ്റി ആണോ? അല്ല. ഈ ടൈറ്റിൽ റേസ് ഇപ്പോഴും വെരി വെൽ അലൈവ്. ഓക്കെ, 2 ടീമിനും തുല്യ ചാൻസ് ഉണ്ട്. സ്പേഴ്സിന് അവരുടെ ഗ്രൗണ്ട് വെച്ച് 4-1 തകർത്തത് ബേസിക്കലി ഒരു വിജയം മാത്രമല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസലിനെ 2-1 തോൽപ്പിച്ചു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. എന്നിട്ട് അത് നമ്മളെ പേടിപ്പിക്കണ ഒരു പ്രകടനമായിരുന്നു. നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ 2 കളിയും കണ്ടതാണ്. ഞാൻ ഇന്നലെ സിറ്റിയുടെ ഗെയിം സംസാരിക്കേണ്ടതെന്ന് വെച്ചാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ആഴ്സണലിൻ്റെ ഗെയിം രണ്ടും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്തിട്ട് ടൈറ്റിൽ റേസുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ആഴ്സണലിനെ പറ്റി പറയാം. സ്പേഴ്സ് 1 ആഴ്സണൽ 4. നോർത്ത് ലണ്ടൻ ഡെർബി എപ്പോഴും ഭയങ്കര പ്രഷറും ഭയങ്കര ഫീലിങ്സൊക്കെ ഉള്ളൊരു കളിയാണ് നോർത്ത് ലണ്ടൻ ഡെർബി എന്ന് പറയുമ്പോൾ. ഡെർബി മാച്ചാണ് ഒന്നാമത്. പക്ഷേ ഈ കളി ഫസ്റ്റ് മിനിറ്റ് തൊട്ടേ നമുക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു, കളി ആഴ്സണലിൻ്റെ കൺട്രോളിലായിരുന്നു. സ്പേഴ്സ് വാസ് സ്ട്രഗ്ലിങ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ മാനേജർ ചേഞ്ച് ചെയ്തിട്ടാണ്. ഇഗോർ ടുഡോർ വന്നിട്ട് ഫസ്റ്റ് കളിയാണ്. അപ്പോൾ എനിക്കറിയാത്തൊരു സ്റ്റാറ്റ് ഇന്ന് ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത്. ഇഗോർ ടുഡോർ കഴിഞ്ഞ ലാസ്റ്റ് 5 ക്ലബ്സിൽ ഫസ്റ്റ് ഗെയിം ജയിച്ചിട്ടുണ്ട് ഇത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പല ലീഗിലായിരിക്കും, പ്രീമിയർ ലീഗിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ആഴ്സണൽ. എന്താണെങ്കിലും ഒരു മാനേജറുടെ ടാക്ടിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ടീം ആഴ്സണലിൽ എസ്പെഷ്യലി കുറേ പുതിയ മാനേജേഴ്സിനെ ഉള്ള ടീമിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ന്യൂ മാനേജർ ബോൺസ് എന്ന് പറഞ്ഞത് ഒരു സംഭവമാണ്. കാരണം പക്ഷേ സ്പേഴ്സ് എത്ര മാനേജർ വന്നാലും സ്പേഴ്സ് തന്നെയാണെന്നുള്ളത് തെളിയിച്ചു. കളി ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ തന്നെ 2 ചാൻസസ് ഉണ്ടായിരുന്നു. യോക്കറസിന് ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ സലീബയ്ക്ക് ഒരു കോർണർ യോക്കറസ് പാസ് ചെയ്ത് കോർണറിൽ ഹെഡ് ചെയ്ത് കൊടുത്തത് ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ചാൻസ്. പക്ഷേ സലീബയുടെ ഹെഡർ വൈഡായിരുന്നു. ഗോള് വന്നപ്പോൾ നമുക്ക് സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്യാവശ്യമായിരുന്നു ആ ഗോള്. സാക്ക റൈറ്റ് വിങ്ങിന്ന് സ്പെൻസിനെ കട്ട് ചെയ്ത് വന്ന് ചെറിയൊരു ലെക്ക് ഉണ്ടായിരുന്നു ബോള് സാക്കി വന്നത്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് സാക്ക വീണ്ടും പോയത് ക്രെഡിറ്റ് സാക്ക. ഒരു കട്ട് ബാക്ക്, എസ്സയുടെ ഒരു ടച്ചും വോളിയും കിട്ടില്ല. കഴിഞ്ഞ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ 3 ഗോൾ അടിച്ച പ്ലെയറാണ് എസെനെ ഇറക്കിയത്. ഇറ്റ്സ് എ വെരി ഗുഡ് മൂമെൻറ്റ് ഫ്രം വെരി ഗുഡ് ചോയ്സ് ഫ്രം ആർട്ടറ്റ. ഫസ്റ്റ് ഗോള് എസെ അടിച്ച്. 4ാമത്തെ ഗോളാണ് എസയുടെ സ്പേഴ്സിനെതിരെ ഈ സീസണിൽ. ചില ടീമുകൾക്ക് ചില കളിക്കാർക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഇത് അതിലൊന്നാണ്. നമുക്ക് മുമ്പ് സ്പേഴ്സിനെതിരെ എപ്പോൾ കളിക്കുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ വെംബ്ലിയിൽ കളിക്കുമ്പോൾ ആഴ്സണലിന് ആരൻ റാംസി ഉണ്ടായിരുന്നു. സ്പേഴ്സിനെതിരെ ഗോൾ അടിക്കാൻ റാംസി വാസ് ബ്രില്യൻറ്റ്. കുറച്ച് കിഡിലൻ ഗോൾസൊക്കെ ഉണ്ട്, കുറേ കട്ട് ബാക്ക് ഗോൾസൊക്കെ ഉണ്ട് റാംസിയുടെ. ഇതിൽ ഗോളടിച്ച് ആഴ്സണലിൽ റീസെൻ്റ്ലി കാണിക്കുന്ന ഒരു ഹാബിറ്റാണ്. അതായത് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ടീമിന് അപ്പം തന്നെ തിരിച്ചടിക്കാനൊരു ചാൻസ് കൊടുക്കണത്. ഇത് സാധാരണ 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് 5 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. വിത്തിൻ 2 മിനിറ്റ്സ് സ്പേഴ്സ് ഗോൾ അടിച്ചു. അനാവശ്യ ഗോള്. സ്പേഴ്സിന് കളിയിൽ പെനാൽറ്റി ബോക്സിൽ ഒരു ടച്ച് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ടാണ് ഡെക്ലാൻ റൈസ് വിത്ത് നോ പ്രഷർ പുള്ളി അവിടെ വന്ന് എന്താ പറയുക നെറ്റ്മേക്ക് ചെയ്യാൻ നോക്കിയത് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് പാസ് ചെയ്ത് കടന്ന് പോകാൻ നോക്കിയപ്പോൾ മൊവാനിക്ക് കിട്ടി. ഒരു സ്പേഴ്സ് പ്ലെയറിൻ്റെ ഫസ്റ്റ് ടച്ച്. സലീബയുടെ ആ ബ്ലോക്ക് വേണേൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നു തോന്നി. ഗബ്രിയേൽ കവർ ചെയ്യാൻ വരുന്ന രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നു തോന്നി. എന്താണെങ്കിലും ദാറ്റ് വാസ് എ ഗുഡ് ഫിനിഷ്. കൊലോ മുവാനി ബേസിക്കലി കഴിഞ്ഞ ലാസ്റ്റ് ഒരു 18 ഗെയിംസിൽ ഫസ്റ്റ് ടൈമാണ് പുള്ളി ഗോൾ സ്കോർ ചെയ്യണത്. എന്തായാലും ഈ സീസണിൽ 8ാമത്തെ പ്രാവശ്യമാണ് ആഴ്സണൽ സ്കോർ ചെയ്ത് തുടങ്ങാൻ ഗോൾ വഴങ്ങിയത്. അപ്പോൾ ഇറ്റ്സ് എ റിയൽ ടെസ്റ്റ് ഫോർ ആഴ്സണൽ. പക്ഷേ
റിയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാലും ആഴ്സണൽ ശരിക്ക് ബ്രില്യൻ്റായിട്ട് കളിച്ചു. നല്ല വോൾസിനെതിരെ പോയിൻ്റ് റെസ്പോൺസ് ശരിക്ക് കാണിച്ച്. സ്പേഴ്സ് ഹാഡ് നോ ചാൻസ് ഇൻ ദ ഗെയിം ഇൻ ദ ഫസ്റ്റ് ഹാഫ്. ആഴ്സണൽ ട്രൈഡ് മെനി ടൈംസ്. 2-3 പ്ലേയേഴ്സിനെ പറ്റി പറഞ്ഞേ പറ്റുമോ, കാരണം ഹിൻകാപ്പി റീസെൻ്റ്ലി ഓൺ ലെഫ്റ്റ് ബാക്ക് ഹീ ഈസ് ബ്രില്യൻ. കാരണം ഡിഫെൻഡിങ് മാത്രമല്ല, ഡിഫെൻഡിങ് ഈസ് ഗുഡ്, ബട്ട് അറ്റാക്കിംഗ് വൈസ് ഹീ ഈസ് ഡൂയിങ് സോ മെനി തിങ്സ്. ഐ മീൻ ഡ്രിബിൾ ചെയ്യുന്നുണ്ട്, ക്രോസസ് ചെയ്യുന്നുണ്ട്, സ്പേസസിൽ ഓടി എത്താനുള്ള, അതായത് സ്പേസ് കാണുമ്പോൾ അവിടേക്ക് മൂവ് ചെയ്തിട്ട് ബോൾ റിസീവ് ചെയ്യാനുള്ള ഒരു ടാക്ടിക്കൽ ബ്രെയിൻ കാണിക്കുന്നുണ്ട് പുള്ളി. സോ ഐ തിങ്ക് ഹീ ഈസ് എ ഷൂട്ട് സൈനിങ് ഫ്രം ബെർട്ടർ. പിന്നെ Saka was really good. Gyökeres was brilliant. I think this is the best performance for Gyökeres, I think. Eze, obviously. പക്ഷേ എനിക്ക് തോന്നിയത് കളിയിൽ എസെ ഈസ് വെരി ഗുഡ് ഇൻ ദ ബോക്സ്. ഓക്കെ, പക്ഷെ കളിയിൽ എനിക്ക് തോന്നിയത് എസെ ഈസ് ബേസിക്കലി എ നമ്പർ 10 പ്ലെയർ. നമ്പർ 10 പ്ലെയർ ആകുമ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നിട്ട് ബോൾ കുറച്ചും കൂടി എസേക്ക് റിസീവ് ചെയ്യായിരുന്നു തോന്നി എനിക്ക്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എസെ യോക്രസിനൊപ്പമായിട്ട് മറ്റേ പ്ലേയേഴ്സിന് അവരുടെ സെൻട്രൽ ബാക്സിനെ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണത് നമ്മുടെ ബാക്ക് ഫോറാണ്. സലീബ, ഗബ്രിയേൽ, പിന്നെ സുബമെൻഡി ഈസ് ഗുഡ്, ടിംബർ, അവരൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് തോന്നിയത് ഒടുകാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാക്കിലേക്ക് വന്ന് ഡീപ്പിൽ വന്ന് ബോൾ എടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഐ തിങ്ക് എസെ ഷുഡ് ട്രൈ ദാറ്റ്. എസെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്പർ 10 ആയിട്ട് കളിക്കുമ്പോൾ ബേസിക്കലി അവിടെ നമ്മൾ പെനാൾട്ടി ബോക്സിൽ മാത്രം നിന്നിട്ട് കാര്യമല്ലോ, ക്രിയേറ്റ് ചെയ്യണ്ടേ. വൺ ടച്ച് ബോൾ കളിക്കുമ്പോൾ യെസ് ഹീ ഈസ് റിയലി ഗുഡ്, പക്ഷേ കുറച്ചും കൂടി ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് കുറച്ചും കൂടി ക്രിയേറ്റീവ് പ്ലെയറാണ്. ഹീ ഈസ് എ ക്രിയേറ്റീവ്. ഐ മീൻ ഹീ ഗോട്ട് എ ടാലൻറ്റ് ആൻഡ് എസെ നന്നായിട്ട് നല്ല വിഷൻ ഉണ്ട്. അപ്പോൾ ആ വിഷൻ ഉള്ളൊരു പ്ലെയർ ബോള് പാസ് ചെയ്യണ സ്റ്റേജിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. എന്തായാലും 1-1 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 1-1 എന്ന് പറയുമ്പോൾ ഈ കളിയിൽ സ്പേഴ്സ് ഹാഡ് നോ ചാൻസ് അറ്റ് ഓൾ. സ്പേഴ്സിന് ഈ കളിയിൽ 1-1 വരാൻ യാതൊരു ചാൻസും ഇല്ല. ആഴ്സണലിൻ്റെ ഒരു മിസ്റ്റേക്കിലാണ് ഈ 1-1 വന്നത്. ഐ തോട്ട് ഓക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കില്ല് ചെയ്യുന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഈ സീസണിൽ ആഴ്സണൽ കപ്പ് എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൺലി 2 റീസൺസ്. ഓക്കെ, രണ്ട് റീസണുള്ളൂ, 2 കാരണങ്ങളേ ഉള്ളൂ. അതായത് ഒന്ന് PGMOLൻ്റെ ഡിസിഷൻസ്, അത് നമുക്ക് പിന്നീട് വരാം. പിന്നെ ഒന്ന് ആഴ്സണൽ പ്ലേയേഴ്സിൻ്റെ മിസ്റ്റേക്സ്. ആഴ്സണൽ ഈ സീസണിൽ അത് വഴങ്ങിയിട്ടുള്ള ഗോളുകളിൽ ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 70 or 80% ആഴ്സണൽ പ്ലേയേഴ്സിൻ്റെ മിസ്റ്റേക്സ് എന്നാണ് ഗോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് വോൾസിൻ്റെ കളിയിൽ തന്നെ റയയുടെ മിസ്റ്റേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വോൾസ് വുഡ് ഹാവ് സ്കോർഡ്. എന്താണെങ്കിലും സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് ഒരു 1 മിനിറ്റ് അങ്ങനെ ആയുള്ളതുകൊണ്ട് അപ്പോഴേക്കും യോക്രസ് സ്കോർ ചെയ്തു. അത് ഈ ഗെയിമിൽ ആഴ്സണലിൽ ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്, ആഴ്സണലിൽ അധികം വൈഡായി പോയില്ല. അറ്റാക്കിംഗ് ഒക്കെ കൂടുതലും സെൻട്രലായിട്ടാണ് അറ്റാക്കിംഗ് ഒക്കെ പോയത്. വൈഡ് മൂവ്മെൻറ്റ്, അതുമാതിരി സാക്കയോ ട്രൊസാഡോ രണ്ടുപേരും വിഡ്ത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. കൂടുതലും മിഡിലിലേക്കാണ് കൂടുതലും കളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ കൂടുതലും നമ്മൾ ഫസ്റ്റ് ടൈം പാസസ് യോക്രസിന് കൊടുക്കാൻ നോക്കിയിരുന്നു. ഇതിലൊരു പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോ ബ്ലോക്ക് ടീം ആയിരുന്നില്ല സ്പേഴ്സ്. ദേ ട്രൈ ടു പ്ലേ ബട്ട് ദേ കുഡന്റ് പ്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ പരമാവധി യോക്രസിന് ഫസ്റ്റ് ടൈം ബോൾസ് കൊടുക്കുക. അതാണ് യോക്രസിൻ്റെ ഈ കളി ഗംഭീരമാവാൻ കാരണം. യൂറിയൻ ടിംബർ കൊടുത്ത ബോള് എസയുടെ മൂവ്മെൻറ്റും പെർഫെക്റ്റ് ആയിരുന്നു. എസയെ മൂവ് ചെയ്തപ്പോൾ ആ ഡ്രാഗുസി എന്ന് പറഞ്ഞ ഡിഫൻഡറെ വിളിച്ചുകൊണ്ടുപോയി. എഡ്ജ് ഓഫ് ദ ബോക്സ് പുള്ളി ബോൾ കൺട്രോൾ ചെയ്തൊരു ഷോട്ടാണ്. അത് തണ്ടർ ബോൾട്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനം. ഒരു 1-1.5 ഷോട്ടായിരുന്നു. ഗോളി കീപ്പറിന് ഒരു ചാൻസില്ല, അത്രയും ഫാസ്റ്റായിട്ടാണ് ബോൾ പോയത്. അത് ബേസിക്കലി ആ സ്ട്രൈക്കറിൻ്റെ കോൺഫിഡൻസാണ് കാണിച്ചത്. അത് കഴിഞ്ഞോട് കൂടിയിട്ട് കളി ഒരു വിധത്തിൽ തീർന്നു. പിന്നീട് എസെ വീണ്ടും മിഡ്ഫീൽഡ് പ്രസ് ചെയ്തു. യോക്രസും എസയും 1 ടച്ച് പോയി. പിന്നെ സാക്കയ്ക്ക് കിട്ടി. സാക്ക ഓടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ സാക്കി അടിക്കാൻ പറ്റിയില്ല. ആ ബോൾ റീബൗണ്ട് ചെയ്ത് വന്ന് പല്ലീനയുടെ കാലും കെട്ടിയിട്ട് കറക്റ്റ് എസയ്ക്ക് കിട്ടി. എസെ 3rd ഗോൾ അടിച്ചു. പിന്നെ ഇഞ്ചുറി ടൈമിൽ
മാർട്ടിനെല്ലി ഒരു ബോൾ കിട്ടിയത് ഓടുകാടിന് കൊടുത്ത് ഓടുകാട് ത്രൂ ബോൾ യോക്കറസിന് കൊടുത്ത് യോക്കറസ് അവരെ ടോട്ടനം പ്ലെയറിനെ ഗ്രേനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അടിച്ചത് അത് കിട്ടില്ലായിരുന്നു. ഒരു സെൻറ്റർ ഫോർവേഡ് പ്ലേ ഡെർബി ഗംഭീരമായി. ടോട്ടനം സ്റ്റേഡിയം ബേസിക്കലി കാലിയായി. അതിൻ്റെ ഇടയിൽ പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിലൊരു മാച്ച് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സ്പേഴ്സ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കോലോ മോനി ഒരു സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഗബ്രിയലിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് എ ബിഗ് പുഷ്, അത് വലിയൊരു പുഷൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരാൾ ബോൾ വരുമ്പോൾ ജമ്പ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ വലിയ പുഷ് ആവണമെന്നില്ല, ചെറിയ പുഷ് ആയാൽ മതി. അത് ഇനഫാണ് ആക്ച്വലി. ആ ആളുടെ ബോൾ കിട്ടാൻ വേണ്ടി ചാടാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് പോവും. ഫൗൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് റെഫറി അത് ഫൗൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ VAR അത് മാറ്റാൻ പോകുന്നില്ല. കാരണം നമ്മൾ ന്യൂ കാസിലായിട്ട് 2 സീസൺ മുമ്പുള്ള കളിയിൽ ഇതേപോലെ ജോലിങ്ടൺ ഗബ്രിയലിൻ്റെ 2 കൈ കൊണ്ടും പുഷ് ചെയ്തിട്ട് ഹെഡ് ചെയ്തത് ഗോൾ അടിച്ചത് നമ്മൾ മറന്നിട്ടൊന്നുമില്ല. ഐ ഡോണ്ട് നോ വൈ ഗബ്രിയൽ ഈസ് ഡൂയിങ് ദാറ്റ്, ബട്ട് ഗബ്രിയൽ അത് ശ്രദ്ധിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും റെഫറി സേവ് ചെയ്യണമെന്നില്ല. അന്ന് സേവ് ചെയ്തില്ല, ഇന്ന് സേവ് ചെയ്തു. ലക്ലി റെഫറി സേവ്ഡ് അസ്. അത് റെഫറി അത് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടിയായിരുന്നു. പിന്നൊന്ന് റയയുടെ ഒരു സേവ്, എൻ്റെ അമ്മോ, ഒരു 1.5 സേവ്. അത് ഐ തിങ്ക് സ്പെൻസർ തോന്നുന്നത്. സ്പെൻസർ റൈറ്റ് വിങ്ങിൽ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്ത് റിച്ചാർലിസൺ അടിച്ചത് റയയുടെ കാലിനുള്ളിലൂടെ അങ്ങോട്ട് പോയി. പക്ഷെ ബോൾ പവർ ഉണ്ടായിരുന്നില്ല. എന്നാലും അത് കറങ്ങി തിരിഞ്ഞൊരു ഗോൾ ആകുമായിരുന്നു. റയ ബ്രില്യൻ റിയാക്ഷനും ആ കൈ കൊണ്ട് ബോൾ തട്ടിക്കളഞ്ഞ് പിന്നെ ബാക്കി മോസ്കര ക്ലിയർ ചെയ്തു. പക്ഷേ ദാറ്റ് വാസ് എ പ്യൂർട്ടൽ മൂമെൻറ്റ് ഇൻ ദ ഗെയിം. ഫുൾ ക്രെഡിറ്റ് ടു റയ. കഴിഞ്ഞ മിഡ് വീക്ക് ഗെയിമിൻ്റെ വില്ലനായി മാറിയ റയ ഇതിൽ ഹീറോ ആയി. 0 ഹീറോ ആവാത്ര വലിയ സമയമൊന്നുമില്ല എന്നാണ് കാണിക്കണത്. മാച്ചിൽ ഞാൻ പറഞ്ഞ മാതിരി യോക്കറസ് സാക്ക ബ്രില്യൻ്റ് ആയിരുന്നു. മാച്ചിൽ ഗോളില്ല എന്നുണ്ടെങ്കിലും എല്ലായിടത്തും സാക്ക ഉണ്ടായിരുന്നു. യോക്കറസ് കംപ്ലീറ്റ് സ്ട്രൈക്കർ പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും സ്പേസൊക്കെ അറ്റാക്ക് ചെയ്തു. ബാക്ക് ഫോർ കിഡിലായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. റൈസ് എപ്പാർട്ട് ഫ്രം ദോസ് 2 മിസ്റ്റേക്ക്, 2 മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ഫസ്റ്റ് ഗോളിൻ്റെയും പിന്നെ രണ്ടാമത്തേത് ഭാഗ്യത്തിന് ഗോളായില്ല. റയ സേവ്ഡ്. ഇനി മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ന്യൂ കാസിൽ എന്ന് പറയാം. മാഞ്ചസ്റ്റർ സിറ്റി 2 ന്യൂ കാസിൽ 1 കളി ഞാൻ കണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സിറ്റിക്ക് കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടായിരുന്നു ന്യൂ കാസലിനെതിരെ. കുറച്ചുകൂടി സിറ്റി ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർക്ക് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയി. സിറ്റി ജയിച്ചു, പക്ഷേ അവർ നമ്മളെ എന്താ പറയുക, ആർസണലിനെ അങ്ങനെ ചേസ് ചെയ്ത് ഇതാക്കുമെന്ന് പറയുന്ന സിറ്റി ഉണ്ടല്ലോ, ആ സിറ്റിയുടെ പെർഫോമൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. നിക്കോ റിയലി ഐ തിങ്ക് ഹീസ് എ ഗുഡ് പ്ലെയർ, റിയലി ഗുഡ് പ്ലെയർ. ഒരുപാട് സ്പേസ് കവർ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഈ സ്റ്റാമിന അൺബിലീവബിൾ സ്റ്റാമിന ഉണ്ട് ചങ്ങാതിക്ക്. യങ് പ്ലെയർ ആയിരുന്നായിരിക്കും, പക്ഷേ ഹീസ് എ വണ്ടർഫുൾ പ്ലെയർ. സെക്കൻഡ് ഹാഫിൽ സിറ്റിയുടെ പൊസിഷൻ കുറഞ്ഞു, ടെമ്പോയും കുറഞ്ഞു. ന്യൂ കാസിൽ നന്നായിട്ട് പ്രഷറൈസ് ചെയ്തു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് ഒരു ചാൻസിൽ ആൻ്റണി ഗോർഡന് ജസ്റ്റ് എലാങ്ക ഒരു ബോൾ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഈ കളി 2-2 ആയിരുന്നു. അതാ എലാങ്ക ആ ഡിസിഷൻ മേക്കിംഗ് ഒന്ന് വൈകി കൊടുത്തൂല, അതിൽ പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഗോർഡൻ വുഡ് ഹാവ് സ്കോർഡ്. കുറച്ചും കൂടി, അതായത് ന്യൂ കാസിൽ സിറ്റിക്ക് ഒരു 1 വീക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നു. ന്യൂ കാസിലിന് ഒരു മിഡ് വീക്ക് ഒരു എവേ ഗെയിമായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. അത് കഴിഞ്ഞിട്ടാണ് ന്യൂ കാസിൽ ഈ കളിക്ക് വരുന്നത്. കുറച്ചുകൂടെ ന്യൂ കാസിൽ കുറച്ചുകൂടി ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സിറ്റി വുഡ് ഹാവ് ലോസ്റ്റ് ദ പോയിന്റ്സ്. അപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ ഇനിയുള്ള 13 ഗെയിമും അല്ലെങ്കിൽ 12 ഗെയിമും ജയിച്ചിട്ട് ആർസണലിനെ പ്രഷറൈസ് ചെയ്യുന്ന സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയണത്. അവർ ജയിച്ചു ഡെഫിനറ്റ്ലി, പക്ഷേ സിറ്റിയുടെ നമുക്ക് ഈ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എത്തിഹാദിൽ അവർ ജയിക്കുന്നുണ്ട് ഒരു വിധം. സിറ്റിക്ക് പ്രോബ്ലം വരുന്നത് എവേ ഗ്രൗണ്ട്സിലാണ് പ്രോബ്ലം വരുന്നത്. എവേ ഗ്രൗണ്ടിൽ ഐ തിങ്ക് സിറ്റി എന്താ പറയുക, എവേ ഗ്രൗണ്ടിൽ 13 ഗെയിംസിൽ 6 ഗെയിം അങ്ങോട്ട് ജയിച്ചിട്ടുള്ളൂ സിറ്റി ഈ സീസണിൽ. അപ്പോൾ ആ കളീനെ പറ്റി പറയുമ്പോൾ 2-3 കാര്യങ്ങൾ പറയാണ്ടായില്ല. ഈ കളിയിൽ നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ കളികളിലൊക്കെ ഈ ബോൾ കിക്ക് ചെയ്ത് കളിയാണ്, അതായത് റീസ്റ്റാർട്ട് ഡിലേ ചെയ്യുന്ന കളികൾ പ്ലേയേഴ്സിന്. ഇപ്പോൾ ഈവൻ വോൾസിൻ്റെ ഒരു പ്ലെയറിന് റെഡ് കാർഡ് കൊടുത്തു ഇന്ന്. അപ്പോൾ സിറ്റി പ്ലെയേഴ്സ് തലങ്ങും വിലങ്ങും ബോളടിച്ച് കളയുന്നുണ്ട്, റീസ്റ്റാർട്ട് ഡിലേ വരുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ചെറുക്കി ലാസ്റ്റിലൊക്കെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. റെഫറി ഒന്നും പറയുന്നില്ല. വേറെ പ്ലെയേഴ്സിനെതിരെ ദാറ്റ്സ് യെല്ലോ കാർഡ്,
സിറ്റിക്ക് പ്രശ്നമില്ല. അതുപോലെ ബെർണാഡോ സിൽവ ഒരു യെല്ലോ കാർഡ് കിട്ടി വിത്തിൻ 60 സെക്കൻഡ്സ് ഒരു ഫൗള് ഡാൻ ബേണിനെ ചെയ്ത്. ഹീസ് നോട്ട് ബെർണാഡോ സിൽവ ബോൾ വരുമ്പോൾ ഡാൻ ബേൺ ഈസ് ഫേസിങ് ദ ബോൾ. ഓക്കെ, ഇറ്റ്സ് ഇൻ നമ്മുടെ സിറ്റിയുടെ ബോക്സിൻ്റെ അടുത്താണ്. സിൽവ ബോളിലേക്ക് നോക്കുന്നില്ല, ഡയറക്റ്റ് ഓടി പോയി നേരെ ഡാൻ ബേണിൻ്റെ മേത്തേക്ക് ജമ്പ് ചെയ്ത് ഡയറക്റ്റ് ചെസ്റ്റിൽ വന്ന് ഷോൾഡർ കൊണ്ട് ചെസ്റ്റിൽ വന്ന് ഇടിച്ചിട്ടാണ് വീണത്. ബേസിക്കലി റെഫറി ഒരു തേങ്ങയും ചെയ്തില്ല. അതായത് ഞാൻ യെല്ലോ കാർഡ് കൊടുക്കണം എന്നല്ല ഞാൻ പറയണത് ഓക്കെ, സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ റെഫറി പോയിട്ട് സംസാരിക്കും. ഓക്കെ നിനക്ക് ഇപ്പോൾ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുള്ള മോനെ, ഒരു മിനിറ്റിനുള്ളിൽ നീ ഇത് അടുത്ത ഫോളോ ചെയ്യണത്. ഇനി അതും എസ്പെഷ്യലി ഇറ്റ്സ് എ ഡേഞ്ചറസ് ഫോൾ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അടുത്ത ഫോളിന് ചിലപ്പോൾ നിനക്ക് അടുത്ത സെക്കൻഡ് യെല്ലോ കിട്ടും എന്ന് റെഫറി പറയേണ്ടതാണ്. കാരണം അത് ബോൾ കളിക്കാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ലേ ബെർണാഡോ സിൽവ. ഞാൻ സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കണമെന്ന് പറയുന്നില്ല, കാരണം എല്ലാ ഫോളിനും നമുക്ക് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കണമെന്നില്ല. പക്ഷേ റെഫറിക്ക് ഡെഫിനറ്റ്ലി ഒന്ന് സംസാരിക്കായിരുന്നു. റെഫറി മിണ്ടിയില്ല, ഒരു സംഭവം ചെയ്തില്ല. അപ്പോൾ ദാറ്റ്സ് എ വഴി. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ ടീമിനും ഇത് ചെയ്യണ രീതി വ്യത്യാസമുണ്ട് എന്നുള്ളത്. ന്യൂ കാസലിന് പിന്നീടും കുറച്ച് ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോണറുമ സേവ് ചെയ്ത്, ലാസ്റ്റിൽ ബാൺസിൻ്റെ ഒരു ഇത് സേവ് ചെയ്ത്. സിറ്റിക്കും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആക്ച്വലി 3-1 ആക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഐ തിങ്ക് ഹാലൻ കൊടുത്ത ചാൻസ്, ഐ തിങ്ക് ഹാലൻ ലോസ്റ്റ്. പിന്നെ വീക്കെൻഡിൽ നമ്മുടെ ആസ്റ്റൺ വില്ല പോയിന്റ് ലൂസ് ചെയ്തു. ചെൽസി ഓൾസോ ലോസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ആർസണലിൽ വോൾസായിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞ പോലെ ചെൽസി ബേൺലിയായിട്ടാണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തത്. സോ ഇറ്റ്സ് നോട്ട് ഈസി ഇൻ ദിസ് ലീഗ്. വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ ബേസിക്കലി ഗ്യാപ്പ് വീണ്ടും 5 points ആയി. സിറ്റി കട്ട് ദ ഗ്യാപ്പ് ടു 2 points ആൻഡ് ഇപ്പോൾ ഗ്യാപ്പ് വീണ്ടും 5 points ആയി. കളി മാറുകയാണ്, മെൻറ്റാലിറ്റി മാറുകയാണ്. അപ്പോൾ ഈ ആർസണൽ ഫാനായിട്ട് ഞാൻ പറയണത്, വോൾസിൽ പോയിന്റ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷനാണ് നെക്സ്റ്റ് ഗെയിം. നെക്സ്റ്റ് ഗെയിമിൽ ഡെർബി മാച്ചാണ്, അതിൽ 4-1 ആണ് ജയിച്ചത്. ആർസണൽ ഇപ്പോഴും കംപ്ലീറ്റ് ടീമിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റുകൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയണത് ഈ ആർസണൽ ഇങ്ങനെ തന്നെ ഈ സീസണിൽ കളിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ബേസിക്കലി അവനാൻ്റെ മിസ്റ്റേക്സ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ടീം ഇസ് ഗോയിങ് ടു വിൻ ദ ടൈറ്റിൽ. ഇതിൽ ആർസണൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ തിങ്ക് നെക്സ്റ്റ് സീസൺ വി ആർ ഗോയിങ് ടു സീ എ ഡിഫറെൻറ്റ് ആർസണൽ. ടൈറ്റിൽ റേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആർസണലിൽ 4 മാച്ചാണ് എവേ വരുന്നത്. ബ്രൈറ്റൺ, മാഞ്ചസ്റ്റർ സിറ്റി, വെസ്റ്റ് ഹാം ആൻഡ് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള കളി ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, പാലസ് ഇപ്പോൾ ഒരു ഇതിലല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റിൽ റേസിലോ അല്ല, ടോപ്പ് 4 ഇല്ല, റെലിഗേഷനിലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മാറ്റേഴ്സ് ഫോർ ദ ക്രിസ്റ്റൽ പാലസ് തിങ്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ വെസ്റ്റ് ഹാം, ബ്രൈറ്റൺ, മാഞ്ചസ്റ്റർ സിറ്റിക്ക് എവേ ഗെയിംസ് വരുന്നത് ലീഡ്സ്, വെസ്റ്റ് ഹാം. ഈ വെസ്റ്റ് ഹാം 2 ടീമായിട്ടും കളിക്കുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി വെസ്റ്റ് ഹാം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റെലിഗേഷൻ ബാറ്റിൽ നടക്കുന്ന ടീമാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ്. അപ്പോൾ ദാറ്റ് ദേ ക്യാൻ ബി ഡേഞ്ചറസ് ഫോർ ബോത്ത് ടീംസ്. അപ്പോൾ ലീഡ്സ്, അപ്പോൾ ലീഡ്സ് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നത് ലീഡ്സ് എവേ, വെസ്റ്റ് ഹാം എവേ, ബേൺലി എവേ, ചെൽസി എവേ, എവേർട്ടൺ എവേ ആൻഡ് ബോൺമത്ത് എവേ. അപ്പോൾ സിറ്റിക്ക് 6 മാച്ച് ഉണ്ട് എവേ മാച്ചസ്. അതാണ് അതിലത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. പിന്നെ സിറ്റി കളിക്കുന്നത് ലാസ്റ്റ് മാച്ച് സിറ്റിക്ക് എന്ന് പറയുന്നത് ഈസ് വിത്ത് ആസ്റ്റൺ വില്ലയായിട്ടുള്ള കളി എന്ന് പറയുന്നത് അത് ഡിപ്പെൻസ് ആണ് എങ്ങനെയാണ് ആ സമയത്തെ സിറ്റുവേഷൻ. ആസ്റ്റൺ വില്ല 3rd പൊസിഷനിൽ നിൽക്കുമോ അതോ ടോപ്പ് 4 റേസിലേക്ക് വരുമോ എന്നുള്ളത്. ഈ ഒരു പിന്നാക്കം പോവുകയാണെന്നുണ്ടെങ്കിൽ അതർ ടീം ക്യാൻ ഓവർടേക്ക് ദം എന്നുള്ള സിറ്റുവേഷൻ വരും. ഇപ്പോൾ ചെൽസി, യുണൈറ്റഡ്, ലിവർപൂൾ ഇവരൊക്കെ ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഇഫ് ദേ ആർ ഇൻ ദാറ്റ് ബാറ്റിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ഗെയിം. കാരണം സിറ്റി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കളഞ്ഞിട്ടുള്ളത് എവേ ഗെയിംസിലാണ്. വോൾസ് ആയിട്ടുള്ള കളി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ദിസ് ആർസണൽ ടീം ഈസ് ഗോയിങ് ടു ബോട്ടിൽ എന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെ തളർന്നു പോകുന്ന ടീമല്ല. ഇതുവരെ ഈ സീസണിൽ അവർ കളിച്ച രീതി കാണുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ഈ ടീം ഡിഫെൻസ് ഫസ്റ്റ് പിന്നെ അറ്റാക്ക് അങ്ങനെയാണ് കളിക്കുന്നത്. അപ്പോൾ ആർസണലിനെതിരെ ഗോൾ സ്കോർ ചെയ്യാനായിട്ട് ഇറ്റ്സ് ടഫ്. സോ ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ട്രീറ്റ് ദിസ്
ഓൾ നെക്സ്റ്റ് 12 ഗെയിംസ്, അടുത്ത 12 ഗെയിംസും ഒരു കപ്പ് ഫൈനലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാണ് ഈ ടീം. അപ്പോൾ അവർ പഠിച്ചു, അവർ വളർന്നു, അവർ തയ്യാറാണ് ബേസിക്കലി. അപ്പോൾ ഈ സീസണിൻ്റെ അവസാനം നമ്മൾ ട്രോഫി എടുത്താലില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ആഴ്സണൽ. അപ്പോൾ ട്രസ്റ്റ് ദ ജേണി ആൻഡ് എൻജോയ് ദ ജേണി. കാരണം ടൈറ്റിൽ റേസ് ഇപ്പോഴും അലൈവാണ്. ആഴ്സണൽ ഇപ്പോഴും 4 കോമ്പറ്റീഷനിലുണ്ട്. അപ്പോൾ വി ആർ ലീഡിങ് ബൈ 5 points. Come on, you guys.